വാൽമീകി മഹർഷിയാൽ സംസ്കൃത ഭാഷയിൽ വിരചിതമായ ആദികാവ്യമാണ് രാമായണം. ഇപ്പോൾ രാമായണ മാസാചരണം നടക്കുകയാണ്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാമായണ പാരായണത്തിൽ നമ്മുടെ കുടുംബങ്ങൾ മുഴുകിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കർക്കിടക മാസം മാത്രമല്ല രാമായണ പാരായണത്തിന് ഉതകുന്ന കാലം എന്നറിയുക. രാമായണ പാരായണം എല്ലാ ദിവസവും എല്ലാ വേളകളിലും എല്ലാവർക്കും ഭക്തി പുരസരം ചെയ്യാവുന്നതാണ്. വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷകൾ എല്ലാ ഭാഷകളിലുമുണ്ട്. മലയാളത്തിൽ തന്നെ ധാരാളം പരിഭാഷകളുണ്ട്. എങ്കിലും നമ്മൾ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ സ്വതന്ത്ര പരിഭാഷ നിർവഹിക്കപ്പെട്ടിട്ടുള്ള അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് പാരായണത്തിനായി ഉപയോഗിച്ചു വരുന്നത്. രാമായണം ഒരു ഇതിഹാസമാണ്. അതൊരു അവതാര ചരിതവുമാണ്. മത്സ്യാവതാരം മുതൽ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയതാണല്ലോ. ദുഷ്ടശക്തികളിലൂടെ ലോകത്തിൽ നടമാടിയിരുന്ന അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മ സംസ്ഥാപനമാണ് ഓരോ അവതാര ലക്ഷ്യം. വാൽമീകി മഹർഷിയാൽ സംസ്കൃത ഭാഷയിൽ വിരചിതമായ ആദികാവ്യമാണ് രാമായണം. ഇപ്പോൾ രാമായണ മാസാചരണം നടക്കുകയാണ്. കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാമായണ പാരായണത്തിൽ നമ്മുടെ കുടുംബങ്ങൾ മുഴുകിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കർക്കിടക മാസം മാത്രമല്ല രാമായണ പാരായണത്തിന് ഉതകുന്ന കാലം എന്നറിയുക. രാമായണ പാരായണം എല്ലാ ദിവസവും എല്ലാ വേളകളിലും എല്ലാവർക്കും ഭക്തി പുരസരം ചെയ്യാവുന്നതാണ്. വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷകൾ എല്ലാ ഭാഷകളിലുമുണ്ട്. മലയാളത്തിൽ തന്നെ ധാരാളം പരിഭാഷകളുണ്ട്. എങ്കിലും നമ്മൾ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ സ്വതന്ത്ര പരിഭാഷ നിർവഹിക്കപ്പെട്ടിട്ടുള്ള അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് പാരായണത്തിനായി ഉപയോഗിച്ചു വരുന്നത്. രാമായണം ഒരു ഇതിഹാസമാണ്. അതൊരു അവതാര ചരിതവുമാണ്. മത്സ്യാവതാരം മുതൽ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയതാണല്ലോ. ദുഷ്ടശക്തികളിലൂടെ ലോകത്തിൽ നടമാടിയിരുന്ന അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മ സംസ്ഥാപനമാണ് ഓരോ അവതാര ലക്ഷ്യവും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുക അപ്പോഴൊക്കെയും ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതാരം സംഭവിക്കുമെന്ന്. നമുക്ക് രാമായണം എന്ന ഇതിഹാസത്തെയും അതിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും നിത്യജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ വിശകലനം ചെയ്യാൻ ശ്രമിക്കാം എന്നതാണ് ഇപ്പോൾ ചെയ്യാവുന്നത്. രാമായണം നാം പാരായണം ചെയ്യുകയാണ്. പാരായണമെന്നാലോ കേവലമായൊരു വായനയല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രാമായണം പാരായണം ചെയ്യുകയാണ്. അത് കേവലമായൊരു വായനയല്ല, പാരമായ അയനമാണ്, ആഴത്തിലുള്ള യാത്രയാണ്. അത് രാമൻ്റെ അയനമെന്നും രാമായണമെന്നും ഒക്കെ വിശകലനങ്ങളും ഉണ്ടാവാം. രാമായണത്തിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്ര വിശകലനം പാരായണത്തിന് ശേഷം നടത്തിയാൽ അതൊരു ലോകമാണ്. ഒരു വിശ്വപ്രപഞ്ചം തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാവിധ സ്വഭാവികളും വികാര വിചാര ഭാവങ്ങളും എല്ലാം അവിടെയുണ്ട്. അവതാരം ഉദ്ദേശ്യപൂർണമാണ്. വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അനുഗുണമായൊരു സാഹചര്യം രാമായണത്തിൽ യുക്തിപൂർവം ഒരുങ്ങി വരുന്നുണ്ട്. അത് യുക്തിഭദ്രതയോടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാവ്യമായി രാമായണ കാവ്യത്തെ അറിയണം. ദശരഥ മഹാരാജാവിന് ലഭിക്കുന്ന ഉപദേശപ്രകാരം പുത്രകാമേഷ്ടിയാഗം നടക്കുകയും അനന്തരഫലമായി പുത്രലബ്ധി സാധ്യമാകുകയും ചെയ്യുമ്പോൾ
അവതാര ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഉമാമഹേശ്വരന്മാരായാലും മഹാവിഷ്ണു ലക്ഷ്മി ഭഗവതിയായാലും വേറിട്ടൊരു നിലയില്ല. ഉണ്ണായി വാര്യരുടെ വാക്യം കടമെടുത്ത് പറഞ്ഞാൽ നളചരിതത്തിൽ പറയുന്ന വരികളുണ്ട്. വിഷ്ണു രമയ്ക്കു നിശയ്ക്കു ശശാങ്കൻ ഉമയ്ക്കു ഹരൻ. അത് ഒരു ജീവാത്മ പരമാത്മ ബന്ധമാണ്. രാമായണം കഴിഞ്ഞ് എത്രയെത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നളചരിതം ഉണ്ടായത്. ആ രാമായണ സ്വാധീനം എല്ലാ കൃതികളിലുമുണ്ട്. ആശയങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. ജീവാത്മ പരമാത്മ ബന്ധത്തെ അദ്വൈത സിദ്ധാന്തത്തിലൂടെ ആദിശങ്കരൻ നമുക്ക് വെളിവാക്കി തന്നു. അദ്വൈതം, ഞാൻ നീ ഭേദമില്ല, അത് ഇണ്ടലാണ്. ഞാനെന്നും നീയെന്നുമുള്ള ഭേദം ഇണ്ടലാണ്. ആ ഇണ്ടലിനൊരു വിരഹ അവസ്ഥയാണത്രേ. കാരണവും ലക്ഷ്യസാധ്യവും ഉണ്ടാവും, അവസാനം സംയോഗവും. ഈ സന്ദേശം രാമായണ പാരായണത്തിൽ കാണാം. ദശരഥപുത്രനായി രാമാവതാരം, ജനകപുത്രിയായി സീതാജനനം, ജീവിതത്തിൽ ഒരുമിക്കുന്ന സന്ദർഭം, ലക്ഷ്യസാക്ഷാത്കാരത്തിനുള്ള പശ്ചാത്തലം ഒരുങ്ങുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സന്ദർഭവശാൽ ഒരു വഴിത്തിരിവ്, ആ വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ചെറു കഥാപാത്രം മന്ദര വിഷവിത്ത് വളരാൻ ഉചിതമായ മനസ്സ് കൈകേയിയിൽ കൊണ്ടെത്തിക്കുന്നു. കഥാഗതി മാറുകയാണ്. ഭഗവാനെ അറിഞ്ഞു വിളിക്കുമ്പോൾ അഹം, ഞാൻ എന്ന ബോധം ഇല്ലാതാകുകയും എൻ്റേത് എന്ന വേർതിരിവ് മാറുകയും ചെയ്യണം. അപ്പോൾ ശുദ്ധബോധം നിറയുകയും ചെയ്യും. മനസ്സ് വിമലീകരിക്കപ്പെടും. ഇതാവണം രാമായണ പാരായണം കൊണ്ട് ലക്ഷ്യമാകേണ്ട ഒരു ഗുണം. നാം രാമന്മാരായി ആത്മാരാമന്മാരാകണം. രാമനിൽ താതാത്മ്യപ്പെടണം. മനസ്സ് ശുദ്ധമാകണം. ഇതാണ് രാമായണ പാരായണത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുക. മനോവിമലീകരണമാണ് അവിടെ സാധ്യമാകുന്നത്. അതാണ് ബാക്കി പത്രം. രാമായണ കാവ്യ ആരംഭത്തിൽ തന്നെ രാമസീതാ ജന്മത്തിൻ്റെ രഹസ്യം ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്. വിശ്വാമിത്ര മഹർഷി ദശരഥനെ ധരിപ്പിക്കുന്നുണ്ട്, വസിഷ്ഠൻ്റെ ഉപദേശത്തിലുണ്ട്. എന്നിട്ടും പാരായണശേഷം സീതയെ ഉപേക്ഷിച്ചത് ശരിയോ എന്ന് സംശയിച്ചാൽ പാരായണം കൊണ്ട് എന്തു സാധിച്ചു എന്ന് നാം ചിന്തിക്കണം. നാവിലെ ദുഷ്ടവാക്കാണു മന്ദരയെങ്കിൽ അഹമെന്ന ചിന്തയുടെ മൂർത്തിയായി ലക്ഷ്മണനെ കാണാൻ കഴിയുന്നു. ത്യാഗിയായി ഭരതൻ മാറുന്നു. മനുഷ്യ ചിന്തകളെ വിമലീകരിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുകയും പാകപ്പെടുത്തുന്നതുമാവണം രാമായണ പാരായണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഒരു വിശ്രമ മാസമാണ് കരുമിക്കർക്കടകത്തിൻ്റെ നനഞ്ഞ കാലം. പഴയകാല സങ്കല്പത്തിലാണ് പറയുന്നത് കേട്ടോ. മഴയിൽ കുതിർന്ന അന്തരീക്ഷം വിശ്രമവും സുഖചികിത്സയും കൊണ്ട് വരാൻ പോകുന്ന ഊർജ്ജസ്വലമായൊരു കാലത്തിനെ അതിജീവിക്കുവാൻ അതിജീവനമൊരുക്കുകയാണ്. ഉത്തരായനത്തിൻ്റെ സമാപനമായ മിഥുനമാസ രാവുകൾക്ക് വിട പറഞ്ഞെത്തുന്ന ദക്ഷിണായന പ്രാരംഭം കർക്കടകത്തിൻ്റെ വരവോടെ ആരംഭിക്കുകയാണ്. ശാരീരികമായ അതിജീവനത്തിനൊപ്പം മനസ്സും ശുദ്ധീകരിക്കപ്പെടണം. അതിന് ഉത്തമ പുരുഷൻ്റെ മാതൃകാ ജീവിത പാദം പിന്തുടരണം. ആ ജീവിത പാഠം പാരായണത്തിലൂടെ മനസ്സിലാക്കുകയും മനനത്തിലൂടെ മനോവിമലീകരണം സാധ്യമാക്കുകയുമാണ് പ്രധാനമായിട്ടുള്ളത്. അതിനാൽ തന്നെ കർക്കടക മാസം മഹാ ഇതിഹാസമായ രാമായണ പാരായണത്തിന് നാം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. രാമൻ്റെ അയനമാണ് രാമായണമെന്ന് പറയുന്ന വ്യാഖ്യാനം ഉണ്ടല്ലോ. അവരുടെ ദൃഷ്ടിയിൽ ഇതിഹാസ നായകനായ ഉത്തമ പുരുഷൻ്റെ ത്യാഗോജ്വലമായ ജീവിതയാത്രയാണ് രാമായണം. ഇരുട്ട്, മായണം, മറയണം എന്ന ചിന്തയോടെ ശ്രീരാമ മാഹാത്മ്യത്തെ പാരായണം ചെയ്യുന്നവരെ കാണാം. അത്തരക്കാർക്ക് ലൗകികതയുടെ അജ്ഞാന തിമിരത്തെ പിന്തള്ളി ജ്ഞാനനിർഭരമായ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പാണ് രാമായണ പാരായണം. മനസ്സും ശരീരവും ശുദ്ധമാക്കി ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നു.
ആർഷ സംസ്കാരം എന്നറിയപ്പെടുന്ന ഭാരത സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങളാണല്ലോ വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, സ്മൃതികൾ തുടങ്ങിയവ. ഭാരതത്തിൻ്റെ ധാർമ്മികതയെ വ്യക്തമാക്കുന്ന ഇതിഹാസ കാവ്യങ്ങളിൽ ഒന്നാണ് വാത്മീകി രാമായണം. ധർമാർത്ഥ കാമമോക്ഷപ്രാപ്തി സാധ്യമാകുന്ന വിധം ഉയർന്ന മൂല്യത്തെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് ഉത്തമ പുരുഷനായ ശ്രീരാമൻ്റെ ജീവിത രീതി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കുക തന്നെ വേണം. രാമായണത്തെ ആഴത്തിൽ പാരായണം ചെയ്യുന്നതിലൂടെ ഇത് സാധ്യമാകും.